നമസ്കാരം. അമ്മ സംഘടനയിലെ പ്രശ്നങ്ങളും ബൈബിളും ഇതാണ് ഞാനിവിടെ പറയുവാനായിട്ട് പോകുന്നത്. നമുക്കറിയാം, ആ, ധാരാളം നൂറ് കണക്കിന് സ്ത്രീകൾ നമ്മൾക്ക് ഈ സിനിമാ നടികൾ, അതുപോലെ സീരിയൽ നടികളായിട്ടൊക്കെ ഉണ്ട്. പക്ഷെങ്കിൽ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് കുറച്ച് സ്ത്രീകൾ മാത്രമാണ് ഇതിനെതിരെ, ചൂഷണത്തിനെതിരെ ശബ്ദിക്കുന്നത്. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, ബഹുഭൂരിപക്ഷം വരുന്ന സ്ത്രീകൾ ഇതിനെ അവർ സൈലൻ്റാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ മൗനം പാലിക്കും. അവർ പറയുന്നത് എല്ലാ മേഖലകളിൽ ഈ പ്രശ്നങ്ങളില്ലേ എന്നാണ് അവർ ചോദിക്കുന്നത്. ഇല്ലെങ്കിൽ ഇവർ പറയുന്ന വേറെ ഒരു രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇത്ര വർഷമായി എന്നിട്ട് എനിക്കിതേപ്പറ്റി ഒന്നും അറിയത്തില്ല, എനിക്ക് അങ്ങനെയുള്ള ദുരനുഭവം ഒന്നും ഉണ്ടായിട്ടില്ല എന്നാണ് കുറേ സ്ത്രീകൾ പറയുന്നത്. അതും പക്ക കള്ളമാണ്. കുറേ നടന്മാർ അതേപ്പറ്റി പറയുന്നത് കേട്ടു, എനിക്കതേപ്പറ്റി ഒന്നും അറിയില്ല എന്ന്. ഇന്ദ്രൻസ്, നമ്മൾ വലിയ നല്ലൊരു വ്യക്തിയാണ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ഇന്ദ്രൻസ് ഇതിനെപ്പറ്റി പറയുന്നത് കേട്ടു. ഇത്രയേ ഉള്ളൂ, മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഇതേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പം പൃഥ്വിരാജ്, ടൊവിനോ തോമസ്, ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ, ഇപ്പോൾ ഇവരെ പോലെയുള്ള ഈ പുതുതലമുറയിലെ കുറച്ച് ഈ യുവാക്കളൊക്കെ ഈ അമ്മയുടെ അധികാര സ്ഥാനത്തേക്ക് വരണമെന്ന് പറയുന്ന കുറച്ച് നടികളുണ്ട്. നമ്മളും കുറച്ച് പേരൊക്കെ അതേപ്പറ്റി ആഗ്രഹിക്കുന്നു, അവരും വരണമെന്നുള്ളത്. പക്ഷേങ്കിൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നടന്മാർ ഈ ഭാരവാഹിത്വം അവർ ഏറ്റെടുക്കത്തില്ല. അവർ ഏറ്റെടുക്കത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് സമാധാനമായിട്ട് അവിടെ ഇരിക്കാനായിട്ട് വേറെ വലിയൊരു ശതമാനം ആളുകൾ ഇവർക്കെതിരാണ്. അപ്പം ബഹുഭൂരിപക്ഷം വരുന്ന വലിയൊരു ശതമാനം ഇവർക്കെതിരായിട്ട് ഈ സത്യസന്ധതയ്ക്ക്, നീതിക്കും ന്യായത്തിനും വേണ്ടി നിലകൊള്ളുന്ന കർശന നിലപാടുകളെടുക്കുന്ന ഇവർക്കെതിരെ മറ്റുള്ളവർ, ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾ ശബ്ദം ഉയർത്തും. ഇവരെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരിപ്പം ഈ ഭാരവാഹിത്വം അവർ ഏറ്റെടുത്താൽ തന്നെ അവർ പറയുന്നത്, അവർ കുറച്ച് നാളുകൾ കൊണ്ട് അവർ അത് രാജിവെക്കേണ്ടി വരും, അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകും. കുറച്ച് പേര് മാത്രമേ ഇവരുടെ കൂടെ നിൽക്കത്തുള്ളൂ. ഈ സത്യത്തിനും നീതിക്കും ന്യായത്തിനും പേരിൽ ചെറിയൊരു ശതമാനവും, ബഹുഭൂരിപക്ഷം വരുന്നത് ഈ ഇങ്ങനെയുള്ള ഈ അന്യായത്തിൻ്റെയും അസന്മാർഗത്വത്തിൻ്റെയും അസത്യത്തിൻ്റെയും കൂടെ നിൽക്കാനായിരിക്കും ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളും തയ്യാറാകുന്നത്. പിന്നെ ഇതേപ്പറ്റി യേശുക്രിസ്തു പറയുകയാണ്, ഈ ലോകം ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുന്നു എന്നാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ ഇവിടെ ഭരിക്കുന്നത് പിശാചാണ്. ഇവിടെ ഭരിക്കുന്നത് ദൈവിക ഭരണമല്ല. നിങ്ങൾക്ക് രാഷ്ട്രീയത്തിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, സത്യം പറയുന്നവൻ അടിച്ചമർത്തപ്പെടും, സത്യം പറയുന്നവൻ ആത്മഹത്യ ചെയ്യേണ്ടി വരും, സത്യം പറയുന്നവൻ ജയിലിൽ കിടക്കേണ്ടതായിട്ട് വരും. എന്ന് വെച്ചാൽ ഇന്ന് ജയിലിൽ കിടക്കുന്ന മുഴുവൻ സത്യം ചെയ്യുന്ന സത്യവാന്മാരെന്നല്ല ഞാൻ പറഞ്ഞത്. ഇപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ രാഷ്ട്രീയ മണ്ഡലം ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ, അവിടെ സത്യസന്ധനായിട്ടുള്ള ഉദ്യോഗസ്ഥന് അവിടെ നിലനിൽപ്പില്ല. അങ്ങനെയുള്ളവർ ട്രാൻസ്ഫർ വാങ്ങി ഓടേണ്ടതായിട്ട് വരും, ഇല്ല അവൻ ആത്മഹത്യ ചെയ്യേണ്ട ഗതികൾ, എത്രയോ സംഭവങ്ങൾ നമുക്കറിയാം. ഇവിടെ ഭരിക്കുന്നത് ദൈവമല്ല, പിശാചാണ് ഇവിടെ ഭരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ജോലി തന്നെ എടുക്കുക. നിങ്ങൾക്ക് സത്യം ഒരിക്കലും പറയാനായിട്ടില്ല. നിങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർ നിങ്ങളെ വെറുക്കും. നിങ്ങളൊരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ ആ കമ്പനിയിൽ നിങ്ങൾ പുറത്തു പോകേണ്ടതായിട്ട് വരും, മുഴുവൻ നിങ്ങൾ സത്യം പറയാനായിട്ട് പോവുകയാണെങ്കിൽ. അപ്പോൾ അതാണോ ശരി? അതാണോ? ഒരിക്കലുമല്ല. നിങ്ങൾ സത്യം ആണ് നിങ്ങൾ പറയേണ്ടത്, സത്യത്തിൻ്റെ ഭാഗത്താണ് നിങ്ങൾ നിൽക്കേണ്ടത്. പക്ഷേ ഇവിടെ ഭരിക്കുന്നത് പിശാചാണ്. ഈ ലോകത്തിലെല്ലാ കാര്യങ്ങളും നടക്കുന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് അതൊക്കെ മനസ്സിലാവും.